ഇടതുപക്ഷത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വളരെ വലിയ തോതിൽ തന്നെ തുടരുകയാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതായത് ഒരു കൊഴിഞ്ഞുപോക്ക് തന്നെയാണ്, ഒരു കൂട്ടരാജി തന്നെയാണ് ഇടതുപക്ഷത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് കായംകുളമാണ്. അതായത് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു സ്വാധീനമെന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ തന്നെ കൂടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് അവിടെ വോട്ട് ശതമാനം വളരെ വലിയ തോതിൽ എത്തിച്ചതിന് ശേഷം അവിടെ ശോഭാ സുരേന്ദ്രൻ വളരെ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കായംകുളത്ത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJPയിലേക്കുള്ള ഒരു ഒഴുക്ക് അത് എത്രത്തോളമാണ് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നെ. അതായത് കായംകുളത്ത് CPM വിട്ടുകൊണ്ട്, അതായത് CPM ബന്ധം മുഴുവനായും ഉപേക്ഷിച്ചുകൊണ്ട് CPMലെ പ്രവർത്തകരായിരുന്നവർ ഉൾപ്പെടെ BJPയിലെത്തിയത് 230ഓളം പേരാണ്. ഏകദേശം 230 പേരാണ് കൂട്ടമായി CPM വിട്ടുകൊണ്ട് ഇടതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് BJPയിൽ കായംകുളത്ത് മാത്രമായി എത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് കായംകുളം എന്ന് പറയുന്നത് ഇടതുപക്ഷ കോട്ടയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിൻ്റെ സീറ്റായിരുന്ന കായംകുളത്താണ് ഇതുപോലുള്ള സംഭവവികാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കായംകുളം ചുറ്റിപ്പറ്റിയുള്ള BJPയുടെ പല തന്ത്രങ്ങളും അത് എത്രത്തോളം വിജയകരമാകുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവവികാസമാണ് ഇപ്പോൾ കായംകുളത്ത് സംഭവിച്ചിരിക്കുന്നത് തന്നെ. അതായത് കൂട്ടമായി കായംകുളത്ത് മാത്രമായിട്ട് 230 പേരോളമാണ് പ്രവർത്തകർ CPM ബന്ധം വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത പ്രഹരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൂട്ടമായി ഇത്രയധികം പേര് CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലേക്ക് ചേരുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രത്തോളം ഇടതുപക്ഷത്തിനെതിരെ ഒരു കാറ്റ് കായംകുളത്ത് വീശുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലാണ് ഇപ്പോൾ കായംകുളത്ത് സംഭവിച്ചിരിക്കുന്ന ഈ കാര്യമെന്ന് പറയുന്നത്. അതായത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ കായംകുളത്ത് ഒട്ടനേകം പേരാണ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വാർത്ത തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. BJPയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇവരെ എല്ലാം BJPയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് എത്രത്തോളം ഗുണകരമായി കാര്യങ്ങൾ മാറുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണോ മത്സരിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ഒരു വർഷത്തോളം കായംകുളം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ നീക്കങ്ങളൊക്കെ തന്നെ എത്രത്തോളം വിജയകരമായി മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഇത്രത്തോളം പേർ ഒറ്റയടിക്ക് BJPയിലേക്ക് കൂട്ടമായി ചേർന്നിരിക്കുന്നത് തന്നെ.